ഒരു ദിവസം പെട്ടെന്നാണ് ഇറാന് നേരെ ഇസ്രയേലിൻ്റെ ആക്രമണം നടക്കുന്നത്. ഇറാൻ എന്നത് നമ്മുടെ ലോകത്തുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളിലൊന്നാണ്. ആ രാഷ്ട്രത്തെ പ്രത്യേക കാരണമൊന്നുമില്ലാതെ ആക്രമിക്കുകയാണ് ഇസ്രയേൽ. എവിടുന്നാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാനുള്ള ഊർജം ഇസ്രയേലിന് കിട്ടിയത്? അത് അമേരിക്കൻ സാമ്രാജ്യത്തിൽ നിന്നാണ്. ഇസ്രയേലിൻ്റെ എല്ലാ നടപടികളെയും അനുകൂലിക്കുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. ഇസ്രയേലിനെതിരെ ലോക പൊതു അഭിപ്രായം ഉയർന്നു വരികയാണ്. പാലസ്തീന് നേരെ നടത്തുന്ന ഹീനമായ ആക്രമണം, ഗാസയിലെ കൂട്ടക്കൊല, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, ആശുപത്രിയിൽ കഴിയുന്നവർ എല്ലാം കൂട്ടത്തോടെ കൊല ചെയ്യപ്പെട്ട സംഭവങ്ങൾ, അതിനെയെല്ലാം അപലപിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാവുകയും ഐക്യരാഷ്ട്രസഭ അതിൻ്റെ വേദിയാവുകയും ചെയ്യുമ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എല്ലാ ഘട്ടത്തിലും ഇസ്രയേലിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഓടിയെത്തിയത്. വീറ്റോ പവർ ഉള്ള രാഷ്ട്രമെന്ന നിലക്ക് അമേരിക്കൻ സാമ്രാജ്യത്വം ഇസ്രയേലിനെതിരെ വരുന്ന കാര്യങ്ങൾ മുഴുവൻ വീറ്റോ ഉപയോഗിച്ച് തടയുകയായിരുന്നു. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി അത്യന്തം ഹീനമായ ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഭീകരമായ ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തി വന്നത്. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ഇറാന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. തീർത്തും അക്രമോത്സുകമായ നടപടിയെ നമ്മുടെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രത്തിനും ലോകത്തിനും അംഗീകരിക്കാനാവില്ല. പക്ഷേ നിർഭാഗ്യകരമായ ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ. ഇന്ത്യ എല്ലാ കാലത്തും നേരത്തെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോയ രാഷ്ട്രമായിരുന്നു. നമ്മുടെ പാലസ്തീൻ പ്രശ്നം ഉടലെടുത്തപ്പോൾ പാലസ്തീനെ മാത്രമേ ഇന്ത്യ അംഗീകരിച്ചിരുന്നുള്ളൂ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയായി വന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള എല്ലാ ഭരണാധികാരികളും പാലസ്തീനോടൊപ്പമായിരുന്നു. പാലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സംസാരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് പാലസ്തീൻ നേതാവ് യാസർ അറാഫത്തായിരുന്നു. അത്ര കണ്ട് നല്ല ബന്ധം പാലസ്തീനുമായി പുലർത്തിയെന്ന് മാത്രമല്ല, ഇസ്രയേലിനെ അംഗീകരിക്കാത്ത രാജ്യമായിരുന്നു ഇന്ത്യ. നേരത്തെ
പാസ്പോർട്ടിൽ പോലും ഇസ്രയേലിലേക്ക് പോകാൻ അനുമതിയില്ല എന്ന് എഴുതി വെക്കുന്ന പതിവുണ്ടായിരുന്നു. ഇത് ഒരു ഘട്ടം വരെ തുറന്നു. പിന്നീട് അതിൽ മാറ്റം വന്നു. ആ മാറ്റം കോൺഗ്രസ് തന്നെയാണ് കൊണ്ടുവന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റുകൾ. അവസാനം എവിടെ എത്തി? ഇസ്രയേലിനോട് സ്വീകരിക്കുന്ന സമീപനം മാറേണ്ടതുണ്ട് എന്നിടത്ത് കോൺഗ്രസ് എത്തി. അതിനിടയാക്കിയത് എന്താ? നേരത്തെ മുതൽ നമ്മുടെ രാജ്യം സാമ്രാജ്യത്വ വിരുദ്ധമായ സമീപനമാണ് സ്വീകരിച്ചു വരാറുള്ളത്. ചേരിചേരാ നയം എന്നതാണ് നമ്മുടെ നയമെങ്കിലും എല്ലാവർക്കും അറിയാമായിരുന്നു ചേരിചേരാ നയം എന്നതിൻ്റെ സത്ത സാമ്രാജ്യത്വ വിരുദ്ധമാണ് എന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് സാമ്രാജ്യത്വ വിരുദ്ധമായ രീതിയിൽ ഇന്ത്യയുടെ ശബ്ദം വലിയ തോതിൽ ഉയർന്നിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അടക്കം അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് ലോകം കാതോർത്തിരുന്നു. അന്നത്തെ മൂന്നാം ലോക രാഷ്ട്രങ്ങൾ, സാമ്രാജ്യത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങൾ, അത്തരം രാഷ്ട്രങ്ങളും സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങളുമെല്ലാം ഇന്ത്യയെ വലിയ ആദരവോടെയാണ് നോക്കിക്കണ്ടത്. അതിന് നമ്മുടെ ആയുധബലമോ നമ്മുടെ സാമ്പത്തിക ശേഷിയോ ആയിരുന്നില്ല കാരണം. നമ്മുടെ നയമായിരുന്നു കാരണം. സാമ്രാജ്യത്വ വിരുദ്ധ നയം. അതിൽ പിന്നീട് വെള്ളം ചേർക്കപ്പെട്ടു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന നിലയിലേക്കെത്തി. അമേരിക്കൻ സാമ്രാജ്യത്വവുമായി കൂടുതൽ പൊരുത്തപ്പെടുന്ന നിലയുണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് ഈ പറയുന്ന മാറ്റം ഇസ്രയേലിൻ്റെ കാര്യത്തിലുണ്ടായത്. എന്നാൽ അന്നത് ഇസ്രയേലിനെ അതേവരെ സ്വീകരിച്ചതുപോലെ അകറ്റി നിർത്താത്ത സമീപനമാണ് എടുത്തത്. അത് പിന്നീട് വന്ന BJP ഗവൺമെൻറ്റിന് നല്ല അവസരമായി. കോൺഗ്രസ് സ്വീകരിച്ച വഴിയിൽ BJP കൂടുതൽ ശക്തമായി മുന്നോട്ട് പോയി.